ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് ഞാൻ ലീവ് എടുത്തു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറിച്ചൻ്റെ മുകളിലെ പ്രസവത്തിന് കൊണ്ടുപോവാണ്. അപ്പോൾ കുറച്ച് ലോങ് ആണ് കേട്ടോ സ്ഥലം. വേറെ എവിടെയല്ല, നെന്മാറയാണേ. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അച്ഛനമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരത്തെ എണിച്ച് കുളിച്ച് റെഡിയായി നന്നായി ഒരുങ്ങിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടാ. സ്റ്റേഡിയത്തിൽ നിന്നാണ് എനിക്ക് ബസ്. പിന്നെ ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല സീറ്റൊക്കെ കിട്ടി അടിച്ച് പൊളിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ നല്ല പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ വിൻഡോ സീറ്റും കൂടി ആയതുകൊണ്ട് പറയാനുണ്ടോ. പിന്നെ ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ എത്തി ഒരു ചായയും പരിപ്പുവടയും കഴിച്ചു കേട്ടോ. ബിക്കോസ് രാവിലെ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ മേക്കപ്പിൻ്റെ ടെൻഷനിൽ ഞാൻ ഒന്നും കഴിച്ചില്ല ഗൈസ്. പിന്നെ ഒരു ഓട്ടോയും എടുത്ത് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഓട്ടോയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, നടക്കേണ്ട ദൂരമുള്ളൂ. പിന്നെ ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഓട്ടോ പിടിച്ചു എന്ന് മാത്രം. അങ്ങനെ ഞാൻ അവിടെ എത്തി. സത്യം പറഞ്ഞാൽ അവിടെ തിരക്കേ ഉണ്ടായിരുന്നില്ല, ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി എല്ലാം വരുന്നുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് 11 മണിക്കാണ് പരിപാടി. അപ്പോൾ ഇതാണ് നായിക കേട്ടോ. ഇതാണ് എൻ്റെ ഏടത്തിയമ്മ. പുള്ളിക്കാരി ഞാൻ വരുമ്പോഴേക്കും മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ്. ഫ്രണ്ട് വന്ന് ചെയ്തു എന്നാണ് പറഞ്ഞത്. പിന്നെ അത്യാവശ്യം ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം ഫംഗ്ഷന് വേണ്ട സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ആൾക്കാരൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം മെല്ലെ തുടങ്ങാമെന്ന് വെച്ചു. ഞാൻ പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ. ഞങ്ങൾ തിരക്ക് വരുമ്പോഴേക്കും വീഡിയോ ഒക്കെ എടുത്തു. ബിക്കോസ് ആ സമയത്ത് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത്യാവശ്യം നല്ല ചടങ്ങുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ വേറൊരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഷോർട്ട് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ. ഇത് വേറൊരു ചെറിയച്ഛൻ്റെ മകനാണേ. പിന്നെ അവിടെ കെനാലൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി വൈബായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ഇന്നാണെങ്കിലോ ചോദിച്ചു എൻ്റെ ഫേവറേറ്റ് ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറിയും, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ചിരിച്ചത് വേറൊന്നുമല്ല കേട്ടോ. അവിടെ കുറേ ഏട്ടന്മാർ യൂട്യൂബറേ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കളിയാക്കലൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല ഗൈസ്. എൻ്റെ ഇഷ്ടമല്ല യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.